അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഉലമാക്കളെ, ഇന്നത്തെ നമ്മുടെ ദിക്റിൽ ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ മശായിഖന്മാരായ നമ്മുടെ നേരിട്ടുള്ള ശൈഖായ മഹാനായ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അവിടുത്തെ ശൈഖായ ബഹുമാനപ്പെട്ട മഹാനായ സിറാജുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അനുസ്മരണം കൂടിയാണ്. ഈ മഹാന്മാരുടെ ഔലിയാക്കന്മാരായ ഇവരുടെ മാർഗത്തിലൂടെയാണ് ഖാദിരിയ തരീഖത്തിൻ്റെ ഈ ദിക്ർ ഇവിടെ നടത്തപ്പെടുന്നത്. എല്ലാത്തിനും ഒരു പരമ്പരമുണ്ട്. ആ പാരമ്പര്യമില്ലെങ്കിൽ പരിശുദ്ധ ദീനിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നായിരിക്കും അതിൻ്റെ പിന്നിൽ ഉണ്ടാവുക. നമ്മുടെ ബഹുമാനപ്പെട്ട ദീൻ മുഴുവനും പരമ്പരകളിലൂടെയാണ് സ്ഥിരപ്പെടുന്നത്. ആ പരമ്പരകൾ വിശുദ്ധ ഖുർആനും ഹദീസും അതിനെ മുറുകെ പിടിക്കാൻ നമ്മളോട് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവൻ്റെ ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ചത് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ ഇത്തഖുല്ലാഹ, അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം. അപ്പോൾ ദീനിൻ്റെ അടിത്തറ തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിക്കുക. അതിൻ്റെ നിർവചനം പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കലും നിരോധനങ്ങൾ ഉപേക്ഷിക്കും. അത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മുടെ വീക്ഷണത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഈമാനിനെ തന്നെ തകർക്കാൻ പര്യാപ്തമായിരിക്കും. നമ്മുടെ ദീനിനെ തന്നെ പൊളിക്കാൻ, ഈമാൻ തെറ്റി മരിക്കാനുള്ള കാരണമായേക്കാം. പക്ഷേ നമ്മുടെ വീക്ഷണത്തിൽ അത് കൊച്ചു കാര്യമായിരിക്കും. അപ്പോൾ തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഈ മഹാന്മാരായ മശായിഖുമാർ നമുക്ക് തരീഖത്ത് കൊണ്ട് ബൈഅത്ത് ചെയ്യുമ്പോൾ, ബൈഅത്ത് എന്ന് പറയുമ്പോൾ ഉടമ്പടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് ആദ്യമായി കൊണ്ട് ബൈഅത്ത് ചെയ്തു, കൈ കൊടുത്തുകൊണ്ട്, റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ചുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൈ തൊടാൻ ഒരാൾക്ക് ഭാഗ്യം സിദ്ധിച്ചാൽ അതിൻ്റെ മഹത്വം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും മഹത്വമാണത്. തൊടൽ പോയിട്ട് ഒന്ന് കാണാൻ, അത് സ്വപ്നത്തിനാണെങ്കിൽ പോലും ഒരാൾക്ക് ഭാഗ്യം സിദ്ധിച്ചാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നും തന്നെ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനില്ല. അങ്ങനത്തെ റസൂലുള്ളാഹിൻ്റെ തിരുകരങ്ങൾ, ആ കൈകളുടെ പ്രത്യേകത
ഒരൊറ്റ സ്പർശനം കൊണ്ട് ഹിദായത്തിൻ്റെ ആ ദീപം അഥവാ അതിൻ്റെ മാർഗരേഖ മുശ്രിക്കുകളുടെ കൽബിലേക്ക് ഇടിച്ചു കയറാൻ പര്യാപ്തമായതാണ് ആ വിരൽ തുഞ്ചിൻ്റെ ഒരു സ്പർശനം മാത്രം. അതാണ് മുത്ത മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോൾ സഹാബത്തിൻ്റെ കൈ പിടിച്ചു. ധാരാളം സഹാബത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആരംഭ റസൂല് കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ബൈഅത്ത് ചെയ്തപ്പോൾ അല്ലാഹുത്താല പറഞ്ഞു, നബിയെ, താങ്കൾ ജനങ്ങൾക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ താങ്കളോട് അവർ ബൈഅത്ത് ചെയ്തതിൻ്റെ അർത്ഥം ഇന്നല്ലദീന യുബായിഊനക, നബിയെ, താങ്കളോട് ആരെങ്കിലും ബൈഅത്ത് ചെയ്യുന്നുവെങ്കിൽ ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ ബൈഅത്ത് ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. ഒരു ഭയങ്കര വാക്കാണത്. നബിനോട് ഒരാൾ ബൈഅത്ത് ചെയ്താൽ അവർ ചെയ്യുന്ന ബൈഅത്ത് അള്ളാഹുവിനോടാണ്. ഒരു കരാറ് നബിനോട് ചെയ്താൽ അതിനർത്ഥം അള്ളാഹുവിനോട് കരാർ ചെയ്തു എന്നാണ് എന്ന് വരണമെങ്കിൽ ആ പ്രവാചകൻ ആരായിരിക്കണം? അള്ളയല്ല. ആ നബി അള്ളാഹു ആണെന്ന് വിശ്വസിച്ചാൽ കാഫറായിപ്പോവും. എന്നല്ല, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കണിക ആ ആരംഭ റസൂലിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാലും കാഫറായിപ്പോവും. അള്ള വേറെ, റസൂൽ വേറെ. അള്ള സൃഷ്ടാവ്, റസൂൽ സൃഷ്ടി, അങ്ങനെയാണ്. ആ റസൂലിനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്, ആരെങ്കിലും നബിയെ താങ്കളോട് ബൈഅത്ത് ചെയ്താൽ ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ അള്ളാഹിനോടാണ് ആ ബൈഅത്ത് ചെയ്യുന്നത്, ആ കരം പിടിച്ച് ഉടമ്പടി നൽകുന്നത്. അപ്പോൾ എന്താ അതിൽ വരുന്നത്? യദുല്ലാഹി ഫൗക ഐദീഹിം, അള്ളാഹുവിൻ്റെ കരങ്ങൾ അവരുടെ കരങ്ങളുടെ മുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് കൈയുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുമായി ബന്ധപ്പെടലാണ് ആ നടക്കുന്നത് എന്ന ആലങ്കാരികമായി പ്രയോഗമാണ് അത് വിശുദ്ധ ഖുർആനിൽ. അല്ല, അള്ളാഹുക്ക് കയ്യും കാലുണ്ടെന്നല്ല. കാരണം അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് ഒന്നിനോടും ഒരു സാമ്യത അള്ളാഹു ഇല്ലാത്തവനാണ്. അപ്പം അതാണ് പരിശുദ്ധനായ അള്ളാഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അള്ളാഹിനോട് ബൈഅത്ത് ചെയ്തു എന്നാ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു സ്വന്തം മരുമകനും തങ്ങൾ കുടുംബത്തിൽ പ്രഗത്ഭനുമായ അലി റളിയല്ലാഹു അൻഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദിക്ർ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ബൈഅത്ത് ചെയ്തെങ്കിൽ, അലി റളിയല്ലാഹു അൻഹു സ്വന്തം പുത്രൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ കൈപിടിച്ച് ചെയ്തെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പുത്രൻ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് ചെയ്തെങ്കിൽ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തെങ്കിൽ, അങ്ങനെ പരമ്പരാഗതമായിക്കൊണ്ട് നിരമുറിയാതെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് നിരമുറിയാതെ തന്നെ ബഹുമാനപ്പെട്ട മഹാനായ സിറാജുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്കും അവിടുന്ന് മഹാനായ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളിലേക്കും എത്തപ്പെടുന്നു. ആ പരമ്പരയ്ക്ക് വേണ്ടിയാണ് നാം ഇവിടെ ദുആ ചെയ്യുന്നത്. ആദ്യം തന്നെ ഫാത്തിഹ ഓതൂലേ, അതിൽ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു മുതൽ റസൂലുള്ള വരെ മുട്ടുന്ന ആ പരമ്പരയുടെ പേരുണ്ട് നമ്മുടെ ദിക്റിൻ്റെ ആ റാത്തീബിൽ. അപ്പം അത് വന്ന് മുട്ടുന്നത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങളെയാണ്. സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ അവിടുത്തെ അനുസ്മരണയല്ലേ, ഔലിയാക്കളെ സ്മരിക്കൽ ഇബാദത്താണെന്ന് ആരംഭ റസൂൽ പഠിപ്പിച്ചതാണ്. എന്നല്ല, ഖുർആനും പറഞ്ഞിട്ടുണ്ട് മഹാന്മാരെ സ്മരിക്കാൻ. ഇബ്രാഹിം നബിനെ സ്മരിക്കാൻ ഖുർആൻ പറഞ്ഞില്ലേ? എന്തിനത്തോളം പറയുന്നു ഔലിയാക്കന്മാരെ സ്മരിക്കാൻ.
സ്ത്രീരത്നങ്ങളിൽ നിന്ന് അല്ലാഹു തആല ബഹുമാനിച്ച് ആദരിച്ച് വിലായത്ത് നൽകി അനുഗ്രഹിച്ച മഹതിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, വദ്കുറു ഫിൽ കിതാബി മറിയം. നബിയെ, താങ്കൾ മറിയം ബീവിയെ അനുസ്മരിക്കണം. മറിയം ബീവിയെ നബിയെ താങ്കൾ സ്മരിക്കണം എന്നല്ല, വദ്കുറു ആലാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ സ്മരിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ ആലാകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ? അമ്പിയാക്കന്മാരാണ്. പിന്നെ മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. അവരൊക്കെ സ്മരിക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല, അല്ലാഹു തആല നിർബന്ധമായി മുഅ്മിനീങ്ങളെ കൊണ്ട് ഒരു ദിവസത്തിൽ 5 നേരം വീതം സ്മരിപ്പിക്കുന്നു ഉണ്ട്. നിർബന്ധമായി സ്മരിക്കണം, അല്ലെങ്കിൽ സുന്നത്തായിട്ട്. എല്ലാ നിസ്കാരവും സഹീഹാകണമെന്നുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് പറയണം. അത്തഹിയ്യാത്തിൽ ഫർളാണത് സ്വലാത്ത്. അത് മുഴുവൻ പോകുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ആരംഭ റസൂലിൻ്റെ ആ കുടുംബത്തിൽ, ആ തങ്ങന്മാർ കൂട്ടത്തിൽ എത്ര ഔലിയാക്കന്മാരുണ്ട്, അവരെയൊക്കെ സ്മരിക്കല്ലേ നിസ്കാരത്തിൽ. അതുപോലെ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിലെ മുഴുവനും ഓർക്കല്ലേ നിസ്കാരത്തിൽ. നിസ്കാരം ആർക്കാ? അള്ളാഹ്ക്കെടുക്കുന്ന ഇബാദത്തിൽ അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും സ്മരിക്കൽ നിർബന്ധവും സുന്നത്തുമാക്കി വെച്ച അള്ളാഹു, അതിലൊരു വിഭാഗം ശിർക്കാണെന്ന് പറയും. അങ്ങനെ നിസ്കാരവും ശിർക്കാണ്. നിസ്കാരവും ശിർക്കാവൂലേ? ആരംഭ റസൂൽ പഠിപ്പിച്ചു, ദിക്റുൽ അംബിയായി ഇബാദ. അമ്പിയാക്കന്മാർ സ്മരിക്കൽ ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ. ഔലിയാക്കന്മാരെ സ്മരിക്കൽ കഫാറത്താണ്, പാപമോചനമാണ്. നാം ഇപ്പോൾ ഔലിയാക്കന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു തന്നെ ജാമിഉ സഗീർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. സ്വാലിഹീങ്ങളെ സ്മരിക്കൽ പാപമോചനമാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഔലിയാക്കന്മാരെ പറഞ്ഞാൽ അതാ നമ്മൾ ആദ്യം തന്നെ നമ്മൾ തരീഖത്തിൻ്റെ ഔലിയാക്കന്മാരെ മശായിഖന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതി തുടങ്ങുമ്പോൾ തന്നെ എന്താകുന്നു? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അങ്ങനെ നാം ഔലിയാക്കന്മാരെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കും. അതിനു വേണ്ടിയിട്ടാണത്. മറിയം ബീവിനെ സ്മരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ സ്മരിക്കുന്നു. മറിയം ബീവിയാരാ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. ഭർത്താവില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് മറിയം ബീവിൻ്റെ ഉദരത്തിൽ സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സ്മരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന് ജന്മം നൽകിയ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു മിഡ്വൈഫോ ഡോക്ടറോ കൂടാതെ ഒറ്റക്ക് അങ്ങകലെ ഒരു ഈത്തപ്പന ചുവട്ടിൽ ഇരുന്ന് പ്രസവിച്ചപ്പോൾ പ്രസവവേദനെടുത്ത് കരയുന്ന മറിയം ബീവിനെ സഹായിക്കാൻ ആരുമില്ല. അല്ലാഹു തആല അറിയിച്ചു, ഏ മറിയമേ, നിനക്ക് ദാഹമുണ്ടാകാം, വിശപ്പുണ്ടാകാം, നീ എൻ്റെ പ്രവാചകനെ പ്രസവിക്കാൻ പോവുകയാണ്, നിനക്ക് ഗർഭ ആ പ്രസവവേദനയാണ്. വഹുസ്സി ഇലൈകി ബിജദിഇൻ നഖലതി തുസാഖിത് അലൈകി റുതബൻ ജനിയ്യാ. പ്രസവവേദന എടുത്ത് പൊളയുന്ന പെണ്ണിനോട് അല്ലാഹ് പറയാം, ഒരു നെൽക്കതിര് നാട്ടാനല്ല, ഈത്തപ്പന മരം ഇങ്ങനെ കുലുക്കാൻ. ഈത്തപ്പന മരം കുലുക്കാൻ ഒരു ആണിനെ കൊണ്ട് കഴിയുമോ?
ആരോഗ്യമുള്ള ഇല്ല. പ്രസവവേദന എടുത്തിരിക്കുന്ന പെണ്ണിനോട് കുരുക്കാൻ പറഞ്ഞ എന്താ, തൊട്ടാൽ മതി അപ്പോൾ വീഴും. നല്ല പഴുത്ത പഴങ്ങൾ അതിന് കിട്ടുതരുന്നു. അള്ളാഹിൻ്റെ കുതിരത്താണ് നമ്മളവിടെ കാണുന്ന മൊരബിവിനെ ഓർക്കുമ്പോൾ. അതുപോലെ ഔലിയാക്കന്മാർ ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ കുതിരത്ത് നാം കണ്ടുകൊണ്ടിരിക്കുക. അതാണ് ഔലിയാക്കന്മാരെ സ്മരിക്കൽ. നമ്മുടെ പാപം പൊറുക്കപ്പെടുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരെ സ്മരിക്കുമ്പോൾ ഗൗസുൽ ആദം ശൈഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തങ്ങളിലൂടെ വന്ന തരീഖത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നാം ഇപ്പോൾ ചൊല്ലിയ സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, ആ വലിയനെ തവസ്സുലാക്കിയാണ് നാം അള്ളാഹിനോട് ചോദിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നാൽ, നീ ഞങ്ങളെ സ്വീകരിച്ചാൽ അത് നിമിത്തം തൃപ്തിപ്പെടുന്നത് ഞങ്ങൾ മാത്രമല്ല. അല്ലാഹു, നിന്റെ റസൂലിൻ്റെ തൃപ്തിയ ഞങ്ങൾ രക്ഷപ്പെടുന്നത്, നിന്റെ ഹബീബിൻ്റെ സന്തോഷമാ. അതും കൂടി അതിൽ നീ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തണം. ആ റസൂലുള്ളാഹിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ നൽകണേ. ആഖിറത്തിൽ 7 മുഖമിട്ടുദിക്കുന്ന സൂര്യന് താഴെ ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലിൽ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തിൽ ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഞങ്ങളെയും പെടുത്തണേ എന്നാണ് പറയുന്നത്. സിറാജുദ്ദീൻ വലിയില്ല, അള്ളാഹുവിൻ്റെ വലിയായ ഷെയ്ഖ് സിറാജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇതൊക്കെ ഞങ്ങൾക്ക് നൽകണേ എന്ന് അള്ളാഹിനോട് ദുആക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ മഹാന്മാരെ ഓർക്കും. അതാണ് തരീഖത്ത്. അവരൊക്കെ നമുക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ പറയുന്നറിയാമോ? കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ട ഖാദിരിയ തരീഖത്തിൻ്റെ ബൈഅത്ത് എൻ്റെ കൈ പിടിച്ചെനിക്ക് തന്നപ്പോൾ പറഞ്ഞത്, തഖ്വ വേണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തഖ്വ ചെയ്യണം. ആ കൽപ്പനയാണ് ഔലിയാക്കന്മാർ അവരുടെ മുരീദന്മാർക്ക് നൽകുന്നത് ഈ ഇജാസത്ത് കൊടുക്കുമ്പോൾ. തഖ്വ ഉണ്ടായ ശരിയായി. തഖ്വ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്നതല്ല. ആരംഭ റസൂല് പറഞ്ഞു തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കറക്റ്റ് 5 നേരം പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ മുത്തക്കിയാണെന്നാണോ? എല്ലാ റമളാനിക്കും നോമ്പൊന്നൊഴിയാതെ പിടിക്കുന്ന ആൾ മുത്തക്കിയാണെന്ന് വിചാരിക്കാനൊക്കോ? എല്ലാ കൊല്ലവും സക്കാത്തും സദക്കയും ഒക്കെ കൊടുക്കുന്ന ആൾ മുത്തക്കിയാന്ന് വിചാരിക്കാൻ പറ്റുമോ? ആളുകൾക്കിടയിൽ വളരെ മാന്യനായിക്കൊണ്ട് ദീനി ചിട്ട അനുസരിച്ച് ജീവിക്കുന്ന ആൾ മുത്തക്കി എന്ന് പറയാനൊക്കോ? ഇല്ല. ആരംഭ റസൂൽ പറഞ്ഞത് അത്തഖ്വാ ഹാഹുനാ, തഖ്വ മനസ്സിലാണ്. തഖ്വയുടെ ഇങ്ങനെ കാട്ടിയിട്ടാ പറഞ്ഞത് അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാ. അപ്പോൾ ഇവൻ്റെ നിസ്കാരം ലോകമാന്യത്തിലാവാതിരിക്കണം. അത് നമുക്കറിയോ? അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. ഇവൻ്റെ ഇബാദത്ത് മുഴുവനും ലോകമാന്യത്തിനോ ഭൗതിക നേട്ടത്തിനോ ആവാതിരിക്കണം. അപ്പോഴേ തഖ്വയാകൂ. അതാണ് ഔലിയാക്കന്മാർ ആദ്യം തന്നെ ബൈഅത്ത് ചെയ്യുമ്പോൾ പറയുന്നത് തഖ്വ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബാത്തിനിയായ തഖ്വ പൂർണ്ണമായും നിങ്ങൾക്കുണ്ടാവണം. അകമയത്തിൽ തഖ്വ നിങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകണം. അങ്ങനെ ആ തഖ്വയിലൂടെ ഇബാദത്തിലൂടെ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുകയാണ് ശൈഖന്മാർ. അടുപ്പിച്ച് ആ ശൈഖിൻ്റെ നേതൃത്വത്തിൽ അവൻ മുന്നോട്ട് കയറി. പക്ഷേ ഇതൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നിബന്ധനകളുണ്ട്. ഔലിയാക്കന്മാരെ നമ്മൾ ശൈഖന്മാരായ ആളുകളെ സംബന്ധിച്ച് ഒരു നിലക്കും ഒരു ചീത്ത ചിന്ത പോലും മനസ്സിൽ വരാൻ പാടില്ല. അവരോടുള്ള അദബ് ഒരിക്കലും വിടാൻ പാടില്ല. അദബ് വിട്ടാൽ അവൻ എന്തായിത്തീരും? ഒരുപക്ഷേ ചിലപ്പോൾ അവൻ കാഫിറായി ചത്തുപോകാൻ പോലും കാരണമാകും.
അദബുകൾ പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ആദാബുകൾ മുരീദന്മാർക്ക് നിശ്ചയിച്ച് പറഞ്ഞതായി കാണാം. തുഹ്ഫത്തുസ് സാലിക്കീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ വളരെ വിശദമായ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ അദബുകൾ പരിപൂർണമായും പാലിച്ചുകൊണ്ട് ആ ശേഖന്മാരുടെ എത്രത്തോളം എന്ന് വെച്ചാൽ ശേഖന്മാർ ഇരിക്കുന്ന വിരിപ്പിൽ ഇരിക്കാൻ പോലും പാടില്ല. അവർ ഉപയോഗിക്കുന്ന ദസ്മിമാർ ഉപയോഗിക്കാൻ പാടില്ല. അവരെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല. അവരുടെ ഹുദൂറിലും വൈബത്തിലും അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അവർ ഒപ്പമുണ്ടെന്ന ബോധത്തിലൂടെ ജീവിക്കണം. ഇതിനൊക്കെ എതിരായാൽ ഇതൊന്നും കിട്ടാൻ പോണില്ല. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തൻ്റെ ശൈഖന്മാരുടെ ആ മഹത്തായ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിച്ച് അള്ളാഹുവിലേക്ക് ഇങ്ങനെ എത്തിച്ച് അള്ളാഹു ചിന്തയിൽ അവർ ഒതുക്കുമ്പോൾ അപ്പോൾ അവർക്കെന്താവും അള്ളാഹു അവരിലേക്ക്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഷെയ്ഖ് പറയും, നോക്കിക്കോതാ നിന്നെ ഞാൻ ഇവിടം വരെ കൈപിടിച്ച് കൊണ്ടുവന്ന് അല്ലാഹ്, അതാ ആ കാണുന്നതാണ് അല്ലാഹ്. നിന്റെ അകക്കണ്ണിൽ നീ കാണുന്നില്ല, അള്ളാഹിനെ നേരിട്ട് കാണാൻ കഴിയില്ല. നിന്റെ അകക്കണ്ണിൽ നീ അള്ളാഹുവിൻ്റെ കുദറത്തുകൾ ബോധ്യപ്പെട്ടപ്പോൾ അത് തന്നെയാണ് അല്ലാഹ്. ആ അള്ളാഹുവിൻ്റെ ആനന്ദം നിനക്ക് വരുമ്പോൾ, നിന്റെ ബുദ്ധി പതറുമ്പോൾ, അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ബുദ്ധി പതറുമ്പോൾ, അതാണ് മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ആ ഹാരത്തിലാണ് പറഞ്ഞത്, ദിക്റുൽ മഹബ്ബതി യാ മൗലായ അസ്കറനി ഫഅൽ റഅയ്ത മുഹിബ്ബൻ ഗൈറ സക്റാനി. ദിക്റുൽ മഹബ്ബ, നിന്നോടുള്ള പ്രേമത്തെക്കുറിച്ച് ഓർക്കുക പോലും. യാ മൗലായ, എൻ്റെ തമ്പുരാനെ, അസ്കറനി, എന്നെ മത്ത് പിടിപ്പിക്കുന്നു. നിന്നോടുള്ള പ്രേമത്തെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ എന്നെ മത്ത് പിടിപ്പിക്കുകയാണ്. എനിക്കൊരു സമാധാനമില്ല, നിന്നെ കാണാൻ വഴിയില്ല, നിന്റെ ഭംഗി ആസ്വദിക്കാൻ നിർവാഹമില്ല. പക്ഷേ എൻ്റെ അകക്കണ്ണുകൊണ്ട്, അതാ ആ പ്രത്യക്ഷ കണ്ണുകളല്ലാത്ത അകക്കണ്ണുകൊണ്ടാണെങ്കിലും നിന്റെ ഭംഗി ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ആ ചിന്ത വരുമ്പോൾ തന്നെ അസ്കറനി, എന്നെ മത്ത് പിടിപ്പിക്കുന്നു തമ്പുരാനെ. ആ മത്ത് പിടിപ്പിക്കുമ്പോൾ മറ്റൊന്നും എനിക്ക് ഒന്നുമായി തോന്നുന്നില്ല. എൻ്റെ കൺമുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. എന്ത് കണ്ടാലും നിന്നെ മാത്രമാണ് ഞാൻ ദർശിക്കുന്നത്. എന്ത് ചിന്തിച്ചാലും നിന്റെ ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ ദിക്റുൽ മഹബ്ബതി യാ മൗലായ അസ്കറനി, എന്നെ മത്ത് പിടിപ്പിക്കുന്നു തമ്പുരാനെ. ഫഹൽ റഅയ്ത, അല്ലാഹ് നീ കണ്ടിട്ടുണ്ടോ, മുഹിബ്ബൻ, നിന്റെ ഏതെങ്കിലും ഒരു കാമുകനെ, നിന്നെ പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു കാമുകനെ, നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ എങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഗൈറ സക്റാനി, മസ്താനല്ലാതെ. മത്ത് പിടിച്ചിട്ടില്ലാതെ നീ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ അവസ്ഥയിലേക്കാണ് നമ്മുടെ മശായിഖന്മാർ അവരുടെ മുരീദന്മാരെ എത്തിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട മഹാൻ. വലമാക്കൾക്കിടയിൽ യാതൊരു അഭിപ്രായ ഭിന്നതയും അന്ന് മുതൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുഴുവൻ ജംഇയ്യത്തുൽ ഉലമകളും ധാരാളം ജംഇയ്യത്തുൽ ഉലമ തെക്കും വടക്കുമൊക്കെയായി ധാരാളമുണ്ടല്ലോ. ഇവിടെ ഒരൊറ്റ ജംഇയ്യത്തുൽ ഉലമകളും സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിനെ ഏതെങ്കിലും ഒരു ചെറിയ പോലെങ്കിലും എതിർത്തിട്ടില്ല. അതാണ് തരീഖത്ത് എന്ന് പറഞ്ഞാൽ. ഉലമാ, സാധാരണ ഉലമാക്കൾ എതിർത്താൽ ആ തരീഖത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവിടുത്തെ മുരീദ് ബഹുമാനപ്പെട്ട മഹാനായ ശൈഖ് കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അങ്ങനെ സത്യസന്ധമായ ഈ കേരളം അംഗീകരിച്ച നിരവധി ഔലിയാക്കന്മാരുടെ ശൈഖാണ്
ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു അയലക്കാട് പൊന്നാനിക്ക് എടപ്പാളിനും ഇടയിലുള്ള അയലക്കാട് എന്ന സ്ഥലത്താണ് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ. നൂറുകണക്കിന് മുരീദന്മാർ ആ മഹാനുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ശൈഖ് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും വഫാത്ത് ദിനം തൊട്ടടുത്ത ദുൽഹജ്ജിൽ തന്നെയാണ്. പെരുന്നാൾ ദിവസം 2, 3, 4 ഇങ്ങനെയൊക്കെ ആയിട്ട് തൊട്ടടുത്ത. അതുകൊണ്ടാണ് രണ്ടുപേരുടെയും സ്മരണ ഒന്നിച്ചു വെച്ചത്. അവരെ സ്മരിക്കുമ്പോൾ അവരുടെ മദത് സഹായം നമുക്ക് കിട്ടണം. ധാരാളം കറാമത്തുകൾ കാണിച്ചിട്ടുള്ള സിറാജുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങൾ, അവരുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമതായും രണ്ടാമതായും ആദ്യമായും അവസാനമായും ഈ ലോകത്തിനോട് മുരീദന്മാരോട് പറഞ്ഞത് നിങ്ങൾ തഖ്വ സൂക്ഷിക്കണേ എന്ന. തഖ്വയിൽ അടിയുറക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായല്ലാതെ നിങ്ങൾ ജീവിക്കരുത്. എന്നോട് നിർദ്ദേശിച്ചത്, ഞാനൊരു പ്രസംഗരംഗത്ത് അന്ന് ഫേമസ് ആയിരുന്ന ആളായതുകൊണ്ട് ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു തങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ പറഞ്ഞത്, കിതാബുകളിൽ ഇല്ലാത്ത ഒരൊറ്റ നിയമങ്ങൾ പോലും പൊതുജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കരുത് കേട്ടോ എന്നുകൂടെ കൂട്ടിച്ചേർത്തു. നഖലിലില്ലാത്ത ഒന്നും പറയാൻ പാടില്ല. നീ എന്ത് പറഞ്ഞാലും അത് ഏതെങ്കിലും ഒരു കിതാബിൽ ഉണ്ടാവണം. നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു നിയമവും പറയാൻ പാടാന്നുകൂടെ എന്നെ നിർദ്ദേശിച്ചിരുന്നു. അതാണ് യഥാർത്ഥ ഔലിയാക്കന്മാരും മശായിഖന്മാരും. ധാരാളം അത്ഭുതങ്ങൾ കാണിക്കലല്ല വിലായത്തിൻ്റെ ലക്ഷണം. അത്ഭുതങ്ങൾ ആർക്കും കാണിക്കാം. മജീഷ്യന്മാർ കാണിക്കണില്ല ഈ അത്ഭുതം. അതുപോലെ തന്നെ മറ്റ് മതവിശ്വാസികൾ അത്ഭുതങ്ങൾ കാണിക്കണില്ലേ? അത്ഭുതങ്ങൾ വിലായത്തിൻ്റെ മാനദണ്ഡമേ അല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയല്ലേ? എന്ത് അത്ഭുതമാണ് കാണിച്ചത്? ഇമാം നബവി റളിയല്ലാഹു അൻഹു വലിയല്ലേ? എന്ത് അത്ഭുതമാണ് ഇമാം നബവി കാണിച്ചത്? ആരാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു? ഷാഫി ഫിഖ്ഹിൻ്റെ, ഷാഫി കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് സ്വന്തമായൊരു ഗ്രന്ഥം ഈ ലോകത്തിന് സംഭാവന ചെയ്ത ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. ആ കിതാബുകളാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ദർസുകളിലും ആലിമീങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു കാണാൻ വരാറുണ്ട്. അന്ന് ഇന്നത്തെ പോലെ ഫോൺ ഒന്നുമില്ലല്ലോ. ഇവരറിയിക്കാൻ ആൾ തന്നെ ചെല്ലണമല്ലോ. അങ്ങ് അകലെ നിന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഇമാം നബവിയെ കാണാൻ വന്നപ്പോൾ നബവി റളിയല്ലാഹു അൻഹു അതിന് മുമ്പ് വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു. വഫാത്തായ വാർത്ത അറിഞ്ഞപ്പോൾ ഇത്രയും മഹാപണ്ഡിതനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു നബവി ഇമാം ഇരിക്കുന്ന ആ മുറിയിലേക്ക് കയറി ചെന്ന് ഇമാം നബവി ഇരുന്നിരുന്ന ഇരിപ്പിടമെടുത്ത് മുഖത്തോട് മുഖത്ത് ചേർത്ത് ചുംബിക്കുകയാണ്. നബി ഇമാമിൻ്റെ കൈയല്ല ചുംബിക്കണം. നബി ഇമാം ഇരുന്ന സ്ഥലം, ആ മുസല്ല, ആ പടം എടുത്ത് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഇമാം സുബ്കി ചുംബിച്ചുകൊണ്ട് പറയാണ്, ഒരു ജീവിത രീതി ജനങ്ങൾക്കിടയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹാനാണ് യഥാർത്ഥത്തിൽ വലിയ. നമ്മൾ ശൈഖുന റളിയല്ലാഹു അൻഹു ഒരു ജീവിതം നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഒരിക്കലും ഒരു പൊങ്ങച്ചം അവരാരും കാണിച്ചില്ല. സിറാജുദ്ദീൻ ഖാദിരി തങ്ങളോ അതുപോലെ തന്നെ ഉമറുൽ ഖാദിരി തങ്ങളോ ഒരു പൊങ്ങച്ചം കാണിച്ചിട്ടില്ല. ഒരു തരീഖത്തിൻ്റെ സമ്മേളനം വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഔലിയാക്കന്മാരാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പ്രചരണം നടത്തിയിട്ടില്ല. എന്നോടും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ തരീഖത്ത് പ്രചരണം നടത്തി ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല.
അത് നമ്മുടെ ഈ കുളം എന്ന് പറഞ്ഞാൽ അത് മഹത്തായ കുളമാണ്. അതിൽ നിന്ന് തൗഫീഖുള്ളവൻ വന്ന് കോരിക്കോളും. അപ്പോൾ തൗഫീഖുള്ളവർ ഇതുപോലെ ഈ ദിക്ർ മജ്‌ലിസിൽ വരും, അല്ലാത്തൊരു വരില്ല. അത് ശൈഖുന പറഞ്ഞതാ. തൗഫീഖുള്ളവർ ഈ ദിക്ർ മജ്‌ലിസിൽ അതിൻ്റെ ബർക്കത്തെടുക്കും. തൗഫീഖില്ലാത്തവർ വരില്ല, അതിന് വിഷമിക്കണ്ട. ശൈഖുനയുടെ വാക്കിനർത്ഥം എല്ലാവരും വന്ന് തരീക്കത്ത് വാങ്ങിടില്ലല്ലോ എന്ന് വിഷമിക്കണ്ട, അവർക്ക് തൗഫീഖില്ല എന്ന് വെച്ചാൽ മതി. അതാണ് ആ ബഹുമാനപ്പെട്ട മഹാന്മാരുടെ മക്ബറകൾ എന്നും ആലിമീങ്ങളാൽ നിബിഡമാണ്. അവരുടെ റൂസ് മക്കാമിലേക്ക് നിങ്ങൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഒന്നുമല്ല കാണുന്നത്, നിരവധി ഏറ്റവും കൂടുതൽ ആലിമീങ്ങളാൽ മുദരിസുമാർ, ഉസ്താദുമാർ, ശൈഖന്മാർ, മസ്താമാരടങ്ങുന്ന നിരവധി ആലിമീങ്ങളാൽ നിബിഡമാണ്. ശൈഖുനാർ ദിക്ർ ഹൽക്കയിലൊക്കെ പോകുമ്പോൾ നിരവധി മസ്താമാർക്ക് കാണാം. ആ ദിക്ർ ഹൽക്കയിൽ ധാരാളം ദിക്ർ ഹൽക്ക ബഹുമാനപ്പെട്ട മഹാനായ കമാലുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു നടത്തുമ്പോഴൊക്കെ ആ ദിക്റിൽ പ്രസംഗിക്കാൻ എന്നെ ക്ഷണിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും ശൈഖുനയും ഇതുപോലെ ദിക്ർ ഹൽക്കകളിൽ ചെല്ലുമ്പോൾ നൂറുകണക്കിന് മസ്താമാർ അവിടെ ഉണ്ടാകും. എന്താ കാരണം? അതിൻ്റെ ബർക്കത്തെടുക്കാൻ. അവർ ഇവിടുത്തുകാരെന്നോ ആരാണെന്നോ ആർക്കും അറിയില്ല. അതാണ് ഈ തരീക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തരീക്കത്ത്. നിസ്സാരയുടെ മാസത്തിനൊക്കെ ദിക്റിയലി പിരിയലല്ല ഇതിൻ്റെ പിന്നെ രഹസ്യം. ആ പരമ്പരയിൽ നമ്മുടെ കൈകോർക്കലാണ്, നമ്മുടെ കൽബതിൽ നാം ചേർത്തലാണ്. അതാ തൗഫീഖുള്ളവൻ അതിൽ വന്നു ചേരും, അല്ലാത്തവൻ അതിലേക്ക് വരാൻ അന്ന് തൗഫീഖ് കൊടുക്കൂല. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ മഹാന്മാരെ സ്മരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തഖ്വ വേണം. തഖ്വ ഇവിടെയാണ് റസൂൽ പറഞ്ഞത്. അത്തഖ്വാഹുന കൽബിലാണ്. അത് കൽബ് ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. മനസ്സിൽ ഒരു കളങ്കവും വേണ്ട. അള്ളാഹിനെ സ്നേഹിക്കുക. ആരോടും എതിര് വേണ്ട. ആരെപ്പറ്റിയും പരദൂഷണം പറയണ്ട. ആരെപ്പറ്റിയും ആരോടും ഏഷണി പറയണ്ട. കളവ് പറയാതിരിക്കുക. കൽബിൽ അള്ളാഹിനെ മാത്രം പ്രതിഷ്ഠിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഇബാദത്തെടുക്കുക. അന്നലക്കുള്ള ഒരു ജീവിതത്തെയാണ് തരീക്കത്ത് എന്ന് പറയുന്നത്. വേഷത്തിലല്ല തരീക്കത്ത്, ഭയങ്കര നീളക്കുപ്പായത്തിലല്ല തരീക്കത്ത്, ഭയങ്കര പച്ചത്തല കെട്ടുകലിലല്ല തരീക്കത്ത്, 1.5 മീറ്റർ നീളമുള്ള താടിയിലല്ല തരീക്കത്ത്. ആരംഭ റസൂൽ പഠിപ്പിച്ചത് എവിടെയാ? തരീക്കത്ത് അവിടെയൊന്നും അല്ലടോ. ഇവിടെയാണ് തരീക്കത്ത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഞാൻ 50 കൊല്ലമായി പ്രസംഗരംഗത്ത്, തികഞ്ഞു 50 കൊല്ലം. കൊല്ലമായിക്കൊണ്ട് ഇടപെടാതെ പല ഭാഗത്തും പ്രസംഗിച്ച് 50 വർഷം കഴിഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയിട്ട്. എല്ലാ സദസ്സുകളിലും പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ തരീക്കത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഔലിയാക്കളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന വാക്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, തരീക്കത്ത് എന്ന് പറഞ്ഞാൽ വേഷത്തിലല്ല, നീളക്കുപ്പായത്തിലല്ല, പച്ചത്തലയിലില്ല, കയ്യിലൊരു വടി പിടിച്ച് ആളുകളെ ആട്ടിയൊടുക്കുന്നതിലല്ല വിലായത്ത്. വേഷത്തിലല്ല, നീളം താടിയിലല്ല, തലയെക്കെട്ടിൻ്റെ ഷെയ്പ്പിലല്ല. തരീക്കത്ത് മുഴുവനും തഖ്വാഹുന കൽബിലാണ്. തരീക്കത്ത് കൽബിലാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ആ കൽബ് ശുദ്ധിയാക്കാനാണ് നമ്മുടെ ഈ ദിക്ർ മജ്‌ലിസ്. അതിനാണ് ഞാൻ ഈ വരാൻ എപ്പോഴും പറയണ, എല്ലാവരും ഒന്നും മിസ്സാവാതെ എല്ലാ മാസവും വന്നാൽ നമ്മുടെ കൽബിലേക്ക് നൂറ് കയറിക്കൊണ്ടിരിക്കും. കയറി നമുക്ക് ഹിദായത്ത് കിട്ടും. ശൈഖുനാട് തരീഖ് ദിക്റിൻ്റെ മജ്‌ലിസിൽ ഒരാൾ വന്ന്, കൊല്ലത്തുള്ള ഒരാൾ വന്നു ഒരിക്കൽ. ദിക്റിൻ്റെ ഇടയിൽ മൂപ്പര് ബോധം കെട്ട് വീണു. പ്രത്യേക ഒരവസ്ഥയിൽ ബോധം കെട്ടു. ബോധം തെളിഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു എന്താണ്? അത് വേറെ കുഴപ്പമൊന്നുമല്ല, ശൈഖുനാടെ തരീഖത്തിൽ നിന്ന് വെള്ളിടി കിട്ടിയതാണ്. വെള്ളിയുടെ ഇടിയുണ്ടല്ലോ, ഇടിയുണ്ടല്ലോ, ഇടി ഇടുണ്ടെന്ന് കേൾക്കണമുള്ള ഇടി, ആ ഇടി
ആ വെള്ളിയിടി വെട്ടിയതാണ് എൻ്റെ കൽബിലേക്ക് എന്ന്. അതാണ് കിട്ടൽ, അതാണ് കിട്ടുന്നത്. മജ്‌ലിസിൽ നിന്ന് കിട്ടാൻ തൗഫീഖുള്ളവർ അത് കിട്ടും ചിലപ്പോൾ. പക്ഷേ നമുക്കതിന് പ്രതീക്ഷ വേണം, തയ്യാറെടുപ്പ് വേണം. അതിനുള്ള ജീവിത രീതി നാം ചിട്ടപ്പെടുത്തണം. കൽബിൽ ഒട്ടും തന്നെ ലോകമാന്യം പാടില്ല, അഹങ്കാരം പാടില്ല. ആരെ കണ്ടാലും എന്നേക്കാൾ നല്ലത് അവനാണ് എന്ന ബോധം വേണം. അല്ലാതെ അവനേക്കാൾ നല്ലത് ഞാനാണെന്ന ബോധം നമ്മെ നശിപ്പിക്കും. എന്നേക്കാൾ നല്ലവൻ അവനാണ്, ഞാവനേക്കാൾ താഴ്ന്നവനാണെന്ന ബോധത്തിലായിരിക്കണം. അങ്ങനെ താഴോട്ട് 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 പോകുമ്പോൾ അല്ലാഹു തആലയെ ഉയർത്തും. നാം മനസ്സിലാക്കണം. ചന്ദ്രൻ്റെ നിഴൽ നാം വെള്ളത്തിൽ കാണുമ്പോൾ വളരെ താഴെയാണ് ആ ചന്ദ്രൻ നിഴലുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഏറ്റവും ഉയരത്തിലാണ്. താഴോട്ട് താഴോട്ട് പോകുന്നതിൻ്റെ അർത്ഥം അവർ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നാണ്. അങ്ങനെ പോയി 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 ആലമുൽ മലക്കൂത്തും കഴിഞ്ഞ് ആലമുൽ ജബറൂത്ത്, ആലമുൽ ലാഹൂത്ത്, അങ്ങനത്തെ കുറേ ലോകങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അല്ലാഹുവിൻ്റെ ഹളറത്തുൽ ഖുദ്സിലേക്ക് എത്തുമ്പോൾ അവൻ അവിടെ കിടന്നുകൊണ്ട് അവൻ്റെ കൽബാണ്. ജസദ് ഇവിടെയാണെങ്കിലും ശരീരം ഇവിടെയാണെങ്കിലും റൂഹ് അവിടെയാണ്. അവിടെ അല്ലാഹുവിൻ്റെ ദർശനത്തിലൂടെ അവൻ്റെ തജല്ലിയാത്തിൻ്റെ ദിവ്യപ്രഭയുടെ ദർശനത്തിൽ മുഴുകിയിരിക്കുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും ആ ബഹുമാനപ്പെട്ട മശായിഖന്മാർ അന്തമില്ലാത്ത പോലെ സംസാരിക്കും. ഗൗസുൽ ആദം തങ്ങളെപ്പോലെ മഹാന്മാർ തന്നെ അത് പറഞ്ഞതൊക്കെ ഈ അവസ്ഥയിലുള്ളപ്പോഴാണ്. അതേ സ്ഥാനത്ത് യഥാർത്ഥമായ നമുക്കുള്ള ഇന്നത്തെ അവസ്ഥയിലല്ല പലതും പറഞ്ഞത്. ഇരുന്ന ഇരിപ്പിന്നെ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ എന്നൊക്കെ പറഞ്ഞത് എന്താ? ഏറും മലക്കൂത്തിൽ രാജാളി, ഇരുന്നിരിപ്പിന് 7 ആകാശം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ ഹളറത്തുൽ ഖുദ്സിൽ ലയിച്ച് എല്ലാം ലയിച്ചപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ ഓർമ്മയോടുകൂടി അതല്ലാത്ത അവസ്ഥ രചിച്ച ഗ്രന്ഥമാണ് ഫുതൂഹുൽ ഗൈബ്. അതുപോലെ തന്നെ ഗുണ്യത്തു ത്വാലിബീൻ, അങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൊന്നും അത്തരം കാര്യങ്ങൾ മഹാൻ എഴുതിയിട്ടില്ല. ഇതൊക്കെ മുരീദന്മാർ കേട്ട് സ്വഹീഹായ റിവായത്തിലൂടെ നമ്മളിലേക്ക് എത്തിയതാണ്. ആ വാചകങ്ങളെല്ലാം തന്നെ അത് അവിടേക്ക് എത്തും. അതെല്ലാ സമയത്തും അങ്ങനെ അവിടെ ആയിക്കൊള്ളുന്നില്ല. ഒരു വലിയ എല്ലാ സമയത്തും അവസ്ഥയിലായിക്കൊള്ളുന്നില്ല. എല്ലാ സമയത്തും ഒരു വലിയ കറാമത്ത് കാണിച്ചോളണമെന്നില്ല. എല്ലാവർക്കും ആ ഒരു വലിയ കറാമത്ത് കാണിച്ചോളണമെന്നില്ല. അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആർക്ക് ഇന്നത് കൊടുക്കണമെന്നത് തീരുമാനിക്കുമ്പോൾ അത് ഈ വലിയൻ്റെ നാവിലൂടെ കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു വലിയന് കറാമത്തുണ്ടാകൂ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെല്ലാ ശേഖന്മാരും പഠിപ്പിച്ചത് അത് തന്നെ. അവർ കീഴ്പോട്ടാണ് പോയത്. ഞാനൊരിക്കൽ ശേഖുനാട് ചോദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിൻ്റെ ആ ആന്തരാർത്ഥം, ആന്തരികമായ നിലപാട് എന്തായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞു തന്നു പറയുമ്പോൾ, നമുക്കൊക്കെ മറഞ്ഞ കാര്യം അറിയാമെങ്കിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇബ്രാഹിം കുട്ടിയെ എന്നങ്ങനെ ചോദിച്ചു. ഒപ്പര ഭാഷയിൽ മറഞ്ഞ കാര്യം നമുക്കറിയില്ല. മറഞ്ഞ കാര്യം അള്ളാഹ് അറിയിച്ചാലേ അറിയൂ, അല്ലാതെ ഒരൊറ്റ ആൾക്കും അറിയില്ല. ഒരു ജിന്നിനും ഒരു ഇൻസനും ഒരു വലിയനും അറിയില്ല, ഒരു നബിക്കും അറിയില്ല. പിന്നെങ്ങനെയാ ആ വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിച്ചാൽ കുഫ്രിയത്തിലേക്കാണ് പോക്കെന്നോർക്കണം. ഇതാ നമ്മുടെ മശായിഖന്മാർ പഠിപ്പിച്ചത്. അതനുസരിച്ചുകൂടെ കൽബ് ശുദ്ധിയാക്കുക. തഖ്വ ഹാഹുന, അത് മറക്കണ്ട. ആ ഹദീസ് അത് പഠിച്ചു വെച്ചോ. എന്താ അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞേ? അത്തഖ്വ ഹാഹുന, ഇവിടെ. ഹാഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ. അത്തഖ്വ ഹാഹുന, അതെ ഇവിടെയാണ്, കൽബിലാണ് തഖ്വ. അത് പഠിച്ചു വെച്ച് അതിലൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മുടെ മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.